കെമിസ്ട്രിയുടെ ബാക്കി പോർഷൻസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സബ്ഷെൽ കോൺഫിഗറേഷൻ അല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. അതെല്ലാവർക്കും മനസ്സിലായെന്നായിരിക്കുന്നു. എല്ലാവരും ഈ പ്രോബ്ലമൊക്കെ നോട്ട്ബുക്കിലേക്ക് ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോണത് പേജ് നമ്പർ 13ലേക്കാണ്. പേജ് നമ്പർ 13 ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ഫിഗർ 1.1. ഫിഗർ 1.1 എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഗ്രാഫാണല്ലേ. എന്ത് ഗ്രാഫാണ്? എനർജിയും സബ്ഷെല്ലും തമ്മിലുള്ള ഒരു എനർജിയുടെയും സബ്ഷെല്ലിൻ്റെയും ഗ്രാഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കത് ബോർഡ് വരച്ച് കാണിച്ചു തരാം. എക്സ് ആക്സിസ് നമ്മൾ ഷെല്ല് ഇതാണ്. അതാണ് കെ എൽ എം എൻ. 4 ഷെല്ലാണ് നമ്മൾ എക്സ് ആക്സിസിൽ എഴുതി. ഇനി വൈ ആക്സിൽ എന്താണ്? എനർജി. ഷെല്ലും അവരുടെ എനർജി തമ്മിലുള്ള ഗ്രാഫാണ് തന്നിട്ടുള്ളത്. സബ്ഷെല്ലും അവരുടെ എനർജി ലെവലും തമ്മിലാണ് നമ്മൾ അവരുടെ റിലേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? കെയിൽ എത്ര സബ്ഷെല്ലുണ്ട്? കെയിൽ ഒരു സബ്ഷെല്ല്, ഒരു സബ്ഷെല്ലായ 1s കെയുടെ നേരെ മുകളിലെത്തി. 1s ഇതാണ് കെയുടെ സബ്ഷെൽ 1s. ഇനി എല്ലിന് എത്ര സബ്ഷെല്ലുണ്ട്? എല്ലിന് 2 സബ്ഷെല്ലുണ്ട്, 2s and 2p അല്ലേ. 2s 2p. ഇനിയും എമ്മിന് എത്ര സബ്ഷെല്ലുണ്ട്? എമ്മിന് 3 സബ്ഷെല്ലുണ്ട്, 3s 3p 3d. അപ്പോൾ എമ്മിൻ്റെ 3 സബ്ഷെൽ നമ്മൾ എഴുതി. 3s 3p 3d. എന്നിന് 4 സബ്ഷെൽ ഉണ്ടല്ലേ. ജസ്റ്റ് ഇവിടെ 2 സബ്ഷെല്ലാം കൊടുത്തിട്ടുള്ളൂ. 2 സബ്ഷെൽ എഴുതിയാൽ മതി. 4s എവിടെ വരും? 4s ശ്രദ്ധിക്കുക. 4sൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 3dയുടെ മുകളിലല്ല, 3pയുടെ താഴെയായിരിക്കും 4s വരും. 3pയുടെ മുകളിൽ, പക്ഷെ 3dയുടെ താഴെ. 4s എവിടെ വരും? 4s എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എഴുതുന്നത്. 4s 4p എന്ന് പറയുന്നത് 3dയുടെ മുകളിലേക്ക് 4p പോയി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ് അല്ലേ. കെയിൽ ഒരു സബ്ഷെല്ല്, ഇത് 1s. എല്ലിൽ 2 സബ്ഷെല്ല്, 2s 2p. എമ്മിൽ 3 സബ്ഷെല്ല്, 3s 3p 3d. എന്നിൽ 4 സബ്ഷെല്ലുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യാൻ നമ്മൾ 2 എടുത്തിട്ടുള്ളൂ, 4s 4p. ഇതെന്താണ്? എനർജി ഇൻക്രീസ് ചെയ്യുന്നത് ആണ്. ഇവിടെ y ആക്സിസിൽ കാണിച്ചിട്ടുണ്ട് എനർജി. അപ്പോൾ നമ്മൾ നോക്കാം, എനർജി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. നോക്കുക, 1sൻ്റെ ഈ സബ്ഷെല്ലിൽ എല്ലാത്തിനും ഏറ്റവും കുറവ് എനർജി ഇതിനായിരിക്കും. ഏറ്റവും കുറവ് എനർജി 1sനാണ്. 1s ആണ് ഏറ്റവും താഴെ അല്ലേ. 1sനേക്കാൾ എനർജി കൂടുതലാണ് 2s. 2sനേക്കാൾ എനർജി കൂടുതലാണ് 2p. 2pനേക്കാൾ എനർജി കൂടുതലാണ് 3s. 3sനേക്കാൾ എനർജി കൂടുതലാണ് 3p. ഈ 3p കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനർജി ലെവൽ ഏതാണ്? 3p കഴിഞ്ഞിട്ട് നേരെ നമ്മൾ 3dയിലേക്കാണ് പോണേ. അതിപ്പോൾ 4sലേക്കാവും പോവുക. ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോണിനെ കൊടുക്കണേന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 3p കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ എനർജി ലെവൽ എന്ന് പറയുന്നത് 4s ആണ്. കേട്ടോ, 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ടാണ് 3d വരിക. കാരണം 4sന് 3d 4sഉം കമ്പയർ ചെയ്യുമ്പോൾ 3dനേക്കാൾ എനർജി കുറവാണ് 4sന്. അപ്പോൾ ഇലക്ട്രോൺസ് ആദ്യം 4sൽ ഫില്ല് ചെയ്തിട്ടേ 3dയിലേക്ക് പോകുള്ളൂ. ഇതാണ് എനർജിയിൽ വ്യത്യാസം കാണിക്കുക. 3d മുകളിലാണ് അല്ലേ, 4sനേക്കാൾ മുകളിലാണ് 3d. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? 3dയുടെ എനർജി എന്ന് പറയുന്നത് 4sൻ്റെ എനർജിനേക്കാളും കൂടുതലാണ്. ഈ 4pയുടെ എനർജിയോ ബാക്കിയുള്ളതൊക്കെ മുകളിലേക്ക് പോകും. 3dയുടെ എനർജി എന്ന് പറയുന്നത് 4pയുടെ എനർജിനേക്കാളും കുറവാണ്. അപ്പോൾ ആകെ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3d 4s ഈ കേസിലാണ് ഒരു വ്യത്യാസം വരുന്നത്. 3dയും 4sഉം എന്താണ് പ്രത്യേകത? 3p കഴിഞ്ഞിട്ടുള്ള എനർജി ലെവല് 4s ആയിരിക്കും. 4s ഫില്ല് ചെയ്തിട്ട് 3dയിലേക്ക് ഇലക്ട്രോൺസ് പോകുള്ളൂ. ഇത്രയും നേരം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. എവിടെ വരെ പഠിച്ചിട്ടുള്ളൂ? 3p വരെ നമ്മൾ പഠിച്ചുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ. 3p വരെ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചു. 3p കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വ്യത്യാസം? എന്താണ്? എനർജി കൂടി വരുന്നതനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം 1s ഫില്ല് ചെയ്യുക, പിന്നെ 2s ഫില്ല് ചെയ്തു, പിന്നെ 2p ഫില്ല് ചെയ്തു, പിന്നെ 3s ഫില്ല് ചെയ്തു, പിന്നെ 3p ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 3dയിലേക്ക് അല്ല പോകേണ്ടത്. 3p ഫില്ല് ചെയ്തിട്ട് 4sലേക്കാണ് പോകേണ്ടത്. 4s ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് 3dയിലേക്ക് പോകുള്ളൂ. കാരണം എന്താ? കുറഞ്ഞ എനർജിയിൽ നിന്ന് കൂടിയ എനർജി ലെവലിലേക്കാണ് എപ്പോഴും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 4sന് 3dനേക്കാളും എനർജി കുറവാണ്. അതുകൊണ്ട് തന്നെ 4s എന്ന ഷെല്ല് കംപ്ലീറ്റ് ആയിട്ടേ 3d എന്ന ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് പോവുള്ളൂ, സബ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് പോവുള്ളൂ.
പിന്നെ 4p അതിനൊക്കെ മുകളിൽ 4d 4f ഒക്കെ അതിനൊക്കെ മുകളിലുള്ള എനർജി ലെവൽസാണ്. അപ്പോൾ ആകെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3Dയുടെയും 4sൻ്റെയും കേസിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിൽ എഴുതാന്നുണ്ടെങ്കിൽ എനർജി കൂടി കൂടി വന്ന രീതിയിൽ എഴുതാന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 1s അല്ലേ ലെസ് ദാൻ 1s ലെസ് ദാൻ 2s ഈസ് ലെസ് ദാൻ 2p ഈസ് ലെസ് ദാൻ 3s ഈസ് ലെസ് ദാൻ 3p. അടുത്ത എന്താ പറയുക? 3d അല്ല 3p കഴിഞ്ഞിട്ട് എനർജി കൂടുതലായിരിക്കാം. 3p കഴിഞ്ഞിട്ട് എനർജി വന്നത് 4sന് എഴുതരുത്, 3dന് എഴുതരുത്, തെറ്റും. കാരണം 4p കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനർജി ലെവൽ 4s ആണ്. ഇവിടെ എന്താ പറയുക? 4s വരും. ഈ 4s ഫില്ല് ചെയ്തിട്ടായിരിക്കും എവിടേക്ക് പോകുക? ഇലക്ട്രോൺസ് 3dയിലേക്ക് പോവുക. അപ്പം ഇങ്ങനെയാണ് ഇനി 4p. കണ്ടോ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടോ 3d 4s കണ്ടോ? ഇവിടെ നമ്മൾ ആദ്യം നോക്കിയേ 1s 2s 2p 3s 3p 3d 3f എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ. പക്ഷേ ഓർഡർ എപ്പോഴും എങ്ങനെയാണ് വരാം? ഇവിടെ വരെ കറക്റ്റാണ്. നമ്മൾ ഇത്ര വരെ ചെയ്തത് കറക്റ്റ് ഓർഡറിൽ പോകും. 1s 2s 2p 3s 3p 3p കഴിഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾ എവിടേക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കണ്ടേ? 3p കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് 4sലേക്കാണ്. 3dയിലേക്ക് 4s കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ 3dയിലേക്ക് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ഈ 3 എന്നാണോ ഒരുമിച്ച് എഴുതി വെക്കരുത്. എന്താണ്? 3p കഴിഞ്ഞിട്ടുള്ള എനർജി ലെവൽ 4s ആണ്. അപ്പോൾ 3p കഴിയുമ്പോൾ ഇലക്ട്രോൺസ് പോകുന്നത് 4sലേക്കാണ്. 4s ഫില്ല് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് 3dയിലേക്ക് പോവുക. പിന്നെ 4p 4fലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആകെ കൂടി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉള്ളൊരു മാറ്റമാണ് അല്ലേ? ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പ്രോബ്ലം ചെയ്യണം. ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? 4sൻ്റെ എനർജി എന്ന് പറയുന്നത് 3Dയുടെ എനർജിനേക്കാൾ കുറവായതുകൊണ്ടാണ്. എപ്പോഴും കുറഞ്ഞ എനർജി ലെവലിൽ നിന്ന് കൂടിയ എനർജി ലെവലിലേക്കാണ് നമ്മുടെ ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യുക. അപ്പോൾ 4sൻ്റെ എനർജി 3Dനെ അപേക്ഷിച്ച് കുറവായതുകൊണ്ടാണ് 4s ആദ്യം ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ 3Dയിലേക്ക് പോകുന്നത്. അതാണ് ഈ ഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? കമ്പയർ ദ എനർജീസ് ഓഫ് 1s ആൻഡ് 2s സബ്ഷെൽസ് വിച്ച് വൺ ഹാസ് ലോവർ എനർജി. 1s-ഉം 2s-ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് എനർജി കുറവ്. നിങ്ങൾക്ക് നേരിട്ട് എഴുതാൻ പറ്റും അല്ലേ? 1s-നേക്കാളും കൂടുതൽ എനർജി ഇല്ല 2s-ന്. ഈ ഒരു ഉണ്ടാവും ഹൈറ്റ് വ്യത്യാസം തന്നെ ഉണ്ട്. അത് കാണിക്കുന്നത് എന്താ? എനർജി കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ലോവർ എനർജി ഇതിനാണ് 1s-നാണ് ലോവർ എനർജി. Among 3s and 3p subshells which has higher energy and what about 3d and 4s? 3s-ഉം 3p-യും നോക്കുമ്പോൾ ഇതിനാണ് ഹയർ എനർജി. 3s-നാണ് 3p-ക്കാണ് ഹയർ എനർജി, 3p-ക്കാണ് ഹയർ എനർജി. ഇനി വാട്ട് അബൌട്ട് 3d ആൻഡ് 4s കൊണ്ട് ചോദ്യമുണ്ട് അല്ലേ? 3d 4s നോക്കാം. ഏതിനായിരിക്കും ഹയർ എനർജി? ഹയർ എനർജി എപ്പോഴും 3d 4s കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എനർജി എപ്പോഴും 3dക്കാണ്. കണ്ടോ 3d 4s 3dനേക്കാൾ താഴെയാണ് കിടക്കുന്നത്. എനർജി കൂടുതൽ എപ്പോഴും 3dക്കാണ്. It can be seen that അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. It can be seen that the energy of 4s is less than that of 3d. 3Dയുടെ എനർജിനേക്കാൾ കുറവാണ് 4sൻ്റെ എനർജി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ എനർജിയിൽ നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എനർജി കൂടി കൂടി പോകുന്ന രീതിയിലാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യത്തിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഈ മെത്തേഡ് വെച്ച് നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ സബ്ഷൻ കോൺഫിഗറേഷൻ. പൊട്ടാസ്യം 90 നമ്മൾ പൊട്ടാസ്യം സബ്ഷെൽ കോൺഫിഗറേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ഷെല്ല് എഴുതുന്നതിൻ്റെ നേരിട്ട് സബ്ഷെല്ലിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഷെല്ല് എഴുതിയിട്ടാണ് സബ്ഷെൽ എഴുതിയതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത്രയും കൊണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരിട്ട് സബ്ഷെല്ലിലേക്ക് പോവാം. 19 ഇലക്ട്രോൺസിനെ നമുക്ക് പല പല സബ്ഷെല്ലിൽ ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് സബ്ഷെൽ ഏതാണ്? 1s2. സെക്കൻഡ് ഏതാണ്? 2s2 2p6 അല്ലേ? 19 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ എത്ര ഇലക്ട്രോൺസ് ആയി? 10 ഇലക്ട്രോൺസ് ഇപ്പോൾ തന്നെ ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ബാക്കി എത്രയുണ്ട്? 9 ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ടല്ലേ? അപ്പോൾ കെയുടെ ഷെല്ല് കംപ്ലീറ്റ് ആയി, എല്ലിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ആയി. നമ്മൾ എമ്മിൻ്റെ ഷെല്ലിലേക്ക് പോവാണ്. എമ്മിൻ്റെ ഷെല്ലിലേക്ക് എങ്ങനെ പോവാം? നമുക്ക് എമ്മിൻ്റെ ഷെല്ലിലേക്ക് പോകുമ്പോൾ എന്ത് വരും? 3 വരും അല്ലേ? 3s2 3p6 നോക്കാം. അപ്പോൾ എത്രയാണ് നോക്കാം? 2 + 2 4 4 + 6 10 10 + 2 12 12 + 6 18 ഇലക്ട്രോൺസ് ആയി അല്ലേ? നമുക്ക് ഒരാളുണ്ടെങ്കിൽ മതിയല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ഏതെടുക്കാം? ശ്രദ്ധിക്കുക. അടുത്തതുണ്ട് 3d വരും 4s വരും. അടുത്ത് 3d ആണോ 4s ആണോ എന്നത് നമ്മളെപ്പോഴും പറഞ്ഞു എനർജി കുറഞ്ഞ ലെവലിൽ നിന്ന് എനർജി കൂടിയ ലെവലിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഓർബിറ്റ്സിൽ ഫില്ല് ചെയ്ത് പോകുന്നത് അല്ലേ?
അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നോക്കാം. ഞാൻ ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞു 4s-ൻ്റെ 3D-യുടെ എനർജിയുടെ കാര്യം പറഞ്ഞു അല്ലേ. ഏതാണ് എനർജി കുറവ്? 4s-നാണ് 3D-നെ അപേക്ഷിച്ച് എനർജി കുറവ്. അപ്പോൾ അടുത്ത സംഖ്യ അതെന്തായിരിക്കും? ആ ഒരു ഇലക്ട്രോൺ ഇപ്പം 18 ഇലക്ട്രോൺ നമ്മൾ ഇത്രയും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ ഏതിലേക്കായിരിക്കും പോവുക? 4s-ലേക്കായിരിക്കും പോവുക. കാരണം എന്താ? 4s1. കാരണം എന്താ? 3D എപ്പോഴാണ് വരാം? ഈ 4s-ൻ്റെ 4s-ലെ 2 ആറ്റം കംപ്ലീറ്റ് ചെയ്തിട്ട് എപ്പോഴും 3D-യിലേക്ക് പോകും. തിരക്കിൽ എഴുതി 3p കഴിഞ്ഞിട്ട് 3D എഴുതി വയ്ക്കരുത്, ഇത്ര തെറ്റും. എപ്പോഴും ഓർക്കാം 3p കഴിഞ്ഞിട്ട് വന്നെ അടുത്ത സബ്ഷെൽ എന്ന് പറയുന്നത് 4s ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് 3D വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോൺസ് നോക്കിയേ. 2 + 2 4, 4 + 6 10 12 18 19 ഉണ്ടാവും. അപ്പോൾ സബ്ഷെൽ കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യം എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 ആൻഡ് 4s1. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടോ, നമ്മൾ മുമ്പൊക്കെ 3p നിർത്തിയായിരുന്നു, ഇപ്പോഴാണ് 4s-ലേക്ക് കടന്നത് അല്ലേ. അപ്പോൾ 3p കഴിഞ്ഞിട്ട് തന്നെ എനർജി ലെവൽ 4s ആണ്. അതുകൊണ്ട് 3p കഴിഞ്ഞിട്ട് എപ്പോഴും 4s-നെ ഫില്ല് ചെയ്യുക. 4s-നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 3D-യിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡർ എങ്ങനെയാണെന്ന് ഒരു ഫിഗർ 1.2 കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഓർഡറിന്? അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഏതൊക്കെയാണ് ഏതിലാണ് ഇലക്ട്രോൺസ് ആദ്യം ഫില്ല് ചെയ്ത് പോവാണ് കാണിച്ചിട്ടുണ്ട്. നോക്കാം. 1s 2s 2p 3s 3p 3d അല്ലേ. എന്താണ്? 4s 4p 4d 4f. അടുത്ത എന്താണ്? അടുത്ത നമ്മൾ 5 6 7 കൂടി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5s 5p 5d 5f. അടുത്തത് 6x 6p 6d 6x അങ്ങനെ പോകും, 6f അങ്ങനെ പോകും. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ 6d വരെ കൊടുത്തിട്ടുള്ളൂ. ഫ്ലോ ചാർട്ട് പോലെ കിട്ടാൻ വേണ്ടി എളുപ്പത്തിനാണ്. ഇനി അടുത്തത് എന്താണ്? 7s 7p. അത് 7s 7p കൊടുത്തിട്ടുള്ളൂ. 7d 7f ഒക്കെ ഉണ്ട്. അത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ എത്ര വെച്ച് നിർത്തി. ഇതെങ്ങനെയാണ് എൻ്റെ ഫ്ലോ എന്നാണ് നോക്കാം അല്ലേ. എനിക്ക് എക്സാമിനൊക്കെ 4f ഒക്കെ ഇത്രയും ഒക്കെ ചോദിക്കുള്ളൂ, എന്നൊക്കെ താഴേക്കൊന്നും ചോദിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഏത് സബ്ഷെല്ലിലേക്കാണ് ആദ്യം ഫിറ്റ് ചെയ്ത് പോകുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം. ജസ്റ്റ് റൗണ്ട് ഇട്ട് കൊടുക്കാം ടെക്സ്റ്റ് ബുക്കിലെ പോലെ. നമ്മളെല്ലാത്തിനെയും ഒരു സർക്കിളിലാക്കിയിട്ടുണ്ട്. ഞാൻ ഫ്ലോ ആണ് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇതായിട്ടല്ല ഡയഗണല് പോലെ വരയ്ക്കാം. അടുത്ത് വരുന്നത് 4f അല്ലേ. ഇങ്ങനെയാണ് ആരോ മാർക്ക്. ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഫ്ലോ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരോ അങ്ങനെ 1s കഴിഞ്ഞിട്ട് നമ്മൾ ഏതിലേക്ക് പോവാം? 1s കഴിഞ്ഞിട്ട് 2sലേക്ക്. അപ്പോൾ ഈ ആരോ മാർക്കിങ് ഞാൻ ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ട് എവിടേക്ക് പോയി? 2sലേക്ക് ഉണ്ട്. 1s കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പോയത് 2sലേക്കാണ്. 2s കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടേക്ക് പോയി? 2s കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് എവിടേക്കാണ്? 2p കഴിഞ്ഞിട്ട് 3s കഴിഞ്ഞിട്ട് എവിടേക്ക് പോകും? 3s കഴിഞ്ഞിട്ട് പോണതാണ് 3p കഴിഞ്ഞിട്ടുണ്ടാകും. 3p കഴിഞ്ഞിട്ട് പോണത് 4sലേക്കാണ് പോണത്. 4s കഴിഞ്ഞിട്ട് പോണത് എവിടേക്കാണ്? 4s കഴിഞ്ഞിട്ട് പോണത് അല്ല 4s കഴിഞ്ഞിട്ട് 3d കഴിഞ്ഞിട്ട് 4p കഴിഞ്ഞിട്ട് പോണത് 5s കഴിഞ്ഞിട്ട് പോണത് എങ്ങനെയായിരിക്കും? 5s കഴിഞ്ഞിട്ട് പോണത് 4d കഴിഞ്ഞിട്ട് 5p കഴിഞ്ഞിട്ട് 6x കഴിഞ്ഞിട്ട് പോണത് 4f കഴിഞ്ഞിട്ട് 5d
5D കഴിഞ്ഞിട്ട് 6P, 6P കഴിഞ്ഞിട്ട് 7S, 7S കഴിഞ്ഞിട്ട് 5F, 5F കഴിഞ്ഞിട്ട് 6D, 6D കഴിഞ്ഞിട്ട് 7P. ഇത്രയും നിങ്ങൾക്ക് പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 4F ഇത്ര വരെയൊക്കെ 4ൻ്റെ ഒക്കെ വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ജസ്റ്റ് ഫ്ലോ ചാർട്ടിന് ഇതിനു വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈ ഫ്ലോ ചാർട്ട് മനസ്സിലായെങ്കിൽ എങ്ങനെയാണോ വരെ ഇതിൻ്റെ ഓർഡറാണ് കാണിക്കുക. ആദ്യം 1S ആണ് ഫില്ല് ചെയ്യുന്നത്. 1S കഴിഞ്ഞിട്ട് 2Sലേക്ക് പോകും. 2S ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് 2P, 2P ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നത് 3S, 3S ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നത് 3Pയിലേക്കാണ്. 3P ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നത് 4S കണ്ടോ. 3P കഴിഞ്ഞിട്ട് 4Sലേക്ക് പോയി, 4S കഴിഞ്ഞിട്ട് 3Dയിലേക്ക് പോയി, 3D കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോയി 4Pയിലേക്ക് പോയി, 4P കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് പോയത് 4P കഴിഞ്ഞിട്ട് 5Sലേക്കാണ് പോയത്, 5S കഴിഞ്ഞിട്ട് പോയത് 4D, 4D കഴിഞ്ഞിട്ട് 5P, 5P കഴിഞ്ഞിട്ട് 6X, 6X കഴിഞ്ഞിട്ട് 4F, പിന്നെ 5D, 6P, 7S, 7S കഴിഞ്ഞിട്ട് പോകുന്നത് 5Fയിലേക്ക്, 5F കഴിഞ്ഞിട്ട് 6D, 6D കഴിഞ്ഞിട്ട് 7P. ഇത്രയും നമ്മൾ നിങ്ങൾക്ക് 4 ഒക്കെ വരെ നിങ്ങൾക്ക് എന്തായാലും വരുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തത്. ഫിഗർ 1.2 കൊടുത്തത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന് എളുപ്പത്തിന് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചതാണ്. ഇത് ഫിഗർ 1.2. ഈ ഫിഗർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഫിഗർ നിങ്ങൾ ജസ്റ്റ് നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ച് വയ്ക്കുക ഔട്ടർ മനസ്സിലാക്കാനായിട്ട്. മുമ്പത്തെ എനർജിയുടെ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. നമുക്ക് ഇനി ഇത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഞാൻ റബ്ബ് ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, നോക്കി വരയ്ക്കാം. അപ്പൊ സ്കാൻഡിയന്റെ എത്രയാണ്? സ്കാൻഡിയത്തിന്റെ നമ്പർ ആറ്റോമിക് നമ്പർ 21 ആണ്. SC21. അപ്പോൾ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ സബ്ഷെൽ 1s2, രണ്ടാമത്തേലേക്ക് എന്തോ 2s2, 2p6, മൂന്നാമത്തെ എന്താണ് പോകുന്നത് L കംപ്ലീറ്റ് ആയി അല്ലേ. എമ്മിലേക്കാണ് പോകുന്നത്. എമ്മിൽ ആരൊക്കെയുണ്ട്? 3 അല്ലേ. 3s2, 3p6. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം ഇലക്ട്രോൺസ് എത്രയായി നോക്കാം. 2, 2, 4, 2 + 2 4, 4 + 2 4 + 6 10, 10 + 2 12, 12 + 6 18. 18 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? 3 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. 3 ഇലക്ട്രോൺസിനും കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക 3P കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനർജി ലെവൽ ഏതാണ്? 3D അല്ല 4S. 3D ചെയ്തിട്ട് 3D അല്ല 4S ആണ് അല്ലേ. 3 ഇലക്ട്രോൺസിനെയാണ് ബാക്കി എടുക്കാനുള്ളത്. ഇപ്പോൾ ഇത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ആയി? മൊത്തം 18 ഇലക്ട്രോൺസ്. 21 ഇലക്ട്രോൺസിൽ 18 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു. ബാക്കി 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 3 ഇലക്ട്രോൺസ് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് നോക്കാം. 3P കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിലേക്ക് പോകേണ്ടത് 3P കഴിഞ്ഞിട്ട് നേരിട്ട് പോകുന്നത് 4Sലേക്ക്. എസിൽ എത്ര പേരൊക്കെയുള്ളൂ? എസിൽ 2 പേര്. 4s2 അല്ലേ. ഇപ്പോൾ 18, 19, 20 രണ്ടും കൂടി കൂട്ടി ഇപ്പോൾ 18, 20 ഇലക്ട്രോൺസിന് കൊടുത്തു അല്ലേ. ഇപ്പോൾ 20 ഇലക്ട്രോൺസ് ആയി. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? മൊത്തം 21 ഇലക്ട്രോൺ ആണ്. ബാക്കി 1 ഇലക്ട്രോൺ ഉണ്ട്. അത് എവിടേക്ക് പോവാ? ഈ 4s കംപ്ലീറ്റ് ആയില്ലേ. കാരണം എന്താ എസിൽ കൊള്ളാവുന്ന എന്താ മാക്സിമം 2 ആണെന്ന് പഠിച്ചു. 4sന്റെ ഷെല്ല് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് പോകുന്നതാണ് എവിടേക്ക്? 3Dയിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെ വരും? 3D. ഡിയിൽ എത്ര വേണം? ഇതിൽ നമുക്ക് 1 മതി. കാരണം നോക്കിയേ 2, 4, 10, 12, 18, 20, 21 ഉണ്ടോ? മുകളിലെ സംഖ്യകൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 21 ഇലക്ട്രോൺസിന് നമ്മൾ ഈ രീതിയിൽ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3P കഴിഞ്ഞിട്ട് നിങ്ങൾ 4s കണ്ടോ. 3P കഴിഞ്ഞിട്ട് 4s ആണ്. 3D അല്ല. 3P കഴിഞ്ഞിട്ട് 4s ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ 3Dയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ചെയ്താൽ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6. ഈ ഡികളെയൊക്കെ 3 ആയിട്ടുള്ള നമ്പേഴ്സിനൊക്കെ അടുപ്പിച്ച് ചെയ്തേ. ഈ 3p6 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതി? 3d1 എഴുതി. പിന്നെ 4s2 എഴുതി. എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇത് നമ്മൾ ഇലക്ട്രോൺ ഫില്ലിങ് എങ്ങനെയായിരിക്കും? 3P കഴിഞ്ഞിട്ട് 4s ആയിരിക്കും. ജസ്റ്റ് ഇത് റീഅറേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഈ 3Dനെ ഇപ്പുറത്തേക്ക് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഈ 3Dനെ ഇപ്പുറത്തേക്ക് ഇടണമെന്നുള്ളൂ. ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് മറ്റേ ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാനാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമുക്ക് ഇതിൽ നിന്ന് ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും.
ഇത് കെ അല്ലേ? അപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2. ഇത് ഏതിൻ്റെ സബ്ഷെല്ല? എല്ലിൻ്റെ സബ്ഷെല്ലാണ് അല്ലേ? 2 എന്ന് പറയുന്നത് എല്ലിൻ്റെ സബ്ഷെല്ലാണ്. എല്ലിൻ്റെ സബ്ഷെല്ല് അപ്പോൾ എത്ര ഉണ്ട്? 6 + 2 8 ഉണ്ട്. ഇനി അടുത്ത നമ്മൾ 3 വരുന്നത് ഏതാ? 3 വരുന്നത് എമ്മിൻ്റെ സബ്ഷെല്ലാണ്. അപ്പോൾ എമ്മിൻ്റെ സബ്ഷെല്ല് എത്ര ഉണ്ട് നോക്കാം. സോറി, എമ്മിൻ്റെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കണം. ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്താണ്. 6 + 2 8 8 + 1 9 ആയിരിക്കും എമ്മിൻ്റെയിലുള്ള. ഇനിയും എന്നിൻ്റെയിൽ എത്രയുള്ളത്? എന്നിൻ്റെയിൽ 2 പേരുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 2 8 9 2 എന്ന് തന്നിട്ടുണ്ട്. അത് വന്നത് എങ്ങനെയാണ്? അത് വന്നത് ഇങ്ങനെയാണ്. എമ്മിൽ 18 കൊള്ളുന്നതാണ് നമ്മൾ 9 എടുത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് 8 എടുത്തതിന് സ്റ്റേബിൾ ആവുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. പൊട്ടാസ്യത്തിൻ്റെ എമ്മിൽ 8 എടുത്താൽ സ്റ്റേബിളാവും. 8 ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2892 ആണ്. അതല്ല ചോദ്യം. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരം എന്താ? ഇതാണ് നമ്മൾ ഉത്തരം കേട്ടോ. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്താൽ മതി. അതിൽ നിന്ന് എങ്ങനെയാണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നതെന്നാണ് ഞാൻ കാണിച്ചത്. 2892 അത് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ചോദ്യത്തിന് ഉത്തരം ഇതാണ് കേട്ടോ. ഇനി അടുത്തത് ഏതാണ്? അടുത്ത മെറ്റലുണ്ട്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വന്നതെന്നൊക്കെ. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ടൈറ്റാനിയം TI എന്നിട്ടുണ്ട്. 22 ആണല്ലേ. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ചോദ്യം. എങ്ങനെ എഴുതും നമുക്ക്? തന്നെ ആറ്റോമിക് നമ്പർ 22 ആണ്. അപ്പോൾ 22 ഇലക്ട്രോൺസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി നമുക്ക് എഴുതാം 1s2 2s2 2p6 3s2 3p6 അല്ലേ? 3p6 കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുന്നത് ആരാണ്? എന്തായാലും എന്താണ്? സ്കാൻഡിയത്തിനേക്കാൾ കൂടുതലുണ്ടല്ലേ. അപ്പോൾ സ്കാൻഡിയത്തിനേക്കാൾ കൂടുതലുള്ള കാരണം നമ്മൾ സ്കാൻഡിയം വരെ എന്തായാലും എഴുതേണ്ടി വരും. അപ്പോൾ എന്ത് വരാം? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ എണ്ണി നോക്കാം. 2 + 2 4 4 + 2 6 4 + 6 10 12 18 ഇലക്ട്രോൺസ് ആണ്. ബാക്കി 4 ഇലക്ട്രോൺസിനെ കൊടുക്കണം അല്ലേ? 4 ഇലക്ട്രോൺസ് എവിടേക്ക് പോവുക? എപ്പോഴും ഓർക്കുക 3s കഴിഞ്ഞിട്ട് പോകേണ്ടത് 4sലേക്കാണ് പോകേണ്ടത്. അപ്പോൾ 4sൽ എത്ര ഇലക്ട്രോൺസ് വരും? 4sൽ 2 ഇലക്ട്രോൺസ് വരും. ഇപ്പോൾ 18 20 ആയി അല്ലേ? ഇപ്പോൾ മൊത്തം 20 ഇലക്ട്രോൺസ് ആയി. 22 ആണ് വേണ്ടത്. 2 ഇലക്ട്രോൺസിനെ ബാക്കിയുണ്ട്. ആ 2 ഇലക്ട്രോൺസ് എവിടേക്ക് പോകും? 3dയിലേക്ക് പോകും. 3d2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 4s2 3d2 ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതി. ഇനി റീഅറേഞ്ച് ചെയ്തണമെങ്കിൽ എഴുതാം. അതിൽ എഴുതിയില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. റീഅറേഞ്ച് ചെയ്തണമെങ്കിൽ എന്താ? 3 ഒക്കെ ഒരുമിച്ച് എഴുതി 4 ഒക്കെ റീഅറേഞ്ച് ചെയ്തെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 1s2 2s2 2p6 3s2 3p6 3 എണ്ണയൊക്കെ നമ്മൾ ഒരുമിച്ച് എഴുതിയതുള്ളൂ. 3d2 4s2 കാണാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ റീഅറേഞ്ച് ചെയ്തതാണ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. നമുക്കൊരു എലമെൻറ്റ് തന്നിട്ടുണ്ടല്ലേ? ഒരു എലമെൻറ്റ് ഏതാ? 23 ആറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ് തന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആറ്റോമിക് നമ്പർ 23 നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു നോക്കാം. 23 ഇലക്ട്രോൺസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 23 ഇലക്ട്രോൺസ് എങ്ങനെയാണ്? ഞാനിപ്പോൾ ചെയ്ത മാതിരി തന്നെ സബ്ഷെൽ വൈസ് നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ്. കെയുടെ സബ്ഷെൽ 1s 1s2 2s2 2p6 3s2 3s2 കഴിഞ്ഞപ്പോൾ എന്താ പറയുക? 3s2 കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്യേണ്ട കാര്യം എന്താണ്? 3s കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് 4sലേക്കാണ്. 3s കഴിഞ്ഞിട്ട് നമ്മൾ 3s and 3p ഉണ്ടല്ലേ? 3p കഴിഞ്ഞിട്ടാണ് 4s. 3p6 3p6 കഴിഞ്ഞിട്ട് പോകേണ്ടത് തെറ്റിക്കരുത്. 3p6 കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടത് 4sലേക്കാണ്. 4s2 കഴിഞ്ഞിട്ട് പോകേണ്ടത് 3dയിലേക്ക്. 3d അപ്പോൾ 3dയിൽ എത്ര വരും നോക്കാം. ടെസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം നമുക്ക്. 4 10 12 18 18 20 നമുക്ക് 23 ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും 20 ഫില്ലായി. അപ്പോൾ ഡിയിലേക്ക് എത്ര പോകും? 20 ബാക്കി എത്ര ഉണ്ട്? 3 പോരെ? ഇത്രയും 20 ഉണ്ട്.
നമുക്ക് വേണ്ട ഇലക്ട്രോൺസിൻ്റെ എണ്ണം 23. അപ്പോൾ ബാക്കി ഡിയിലേക്ക് പോണത് 3 ഇലക്ട്രോൺസ്. അപ്പോൾ വനേഡിയാണ് ആറ്റോമിക് നമ്പർ 23. വനേഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് 1s2, 2s2, 2p6, 3s2, 3p6, 4s2 ആൻഡ് 3d3. ഇപ്പോൾ ശ്രദ്ധിക്കുക, 3p കഴിഞ്ഞിട്ട് 4s, അതാണ് വ്യത്യാസം കേട്ടോ. 3p കഴിഞ്ഞിട്ട് 3d ചെയ്തരുത്, 3p കഴിഞ്ഞിട്ട് 3d അല്ല ഫില്ല് ചെയ്യേണ്ടത്, 3p കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യേണ്ടത് 4s ആണ്. അത് നിങ്ങൾ മറക്കാണ്ട് മനസ്സിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ ഇങ്ങനെ എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 3നെ കടുപ്പിച്ചേക്ക് 3d, 3, 4s, 2 ഉണ്ടോ. ഇത് റീഅറേഞ്ച്മെന്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. റീഅറേഞ്ച്മെന്റ് റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ 1നെ 1 2 3 കടുപ്പിച്ചെടുപ്പിച്ച് ചെയ്തതെന്നാണ്. ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ആണ് താഴെ കാണിച്ചിരുന്നത്, റീഅറേഞ്ച്മെന്റ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു എന്ന്? ഇത് കണ്ടത് നമ്മൾ എനർജി ലെവലാണ് കണ്ടത്. എപ്പോഴും എന്താണ് 3D എന്ന എനർജി ലെവൽ 4sനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 4s എന്ന എനർജി 4s എന്ന സബ്ഷെയിൽ ഫില്ല് ചെയ്തിട്ടേ 3D എന്ന സബ്ഷെയിലേക്ക് പോകും. അതാണ് ഇന്ന് പഠിച്ചൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അത് തെറ്റിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റും. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, 3p കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 4s ആണ്. 4s കഴിഞ്ഞിട്ടാണ് 3D വന്നത്. അതിൻ്റെ ഒരു നമ്മൾ ഫ്ലോ ചാർട്ട് പഠിച്ചു അല്ലേ, ഒരു ഗ്രാഫ് പഠിച്ചു. പിന്നെ ഫ്ലോ ചാർട്ട് പോലെ ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നമ്മൾ പിക്ചറായിട്ട് വരച്ച് കാണിച്ചു, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. പിന്നെ ചെയ്തത് ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിച്ചു. ഇത് വനേഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പഠിച്ച മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4s എന്ന സബ്ഷെല്ല് 3D എന്ന സബ്ഷെല്ലിൻ്റെ എനർജിനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 3p കഴിഞ്ഞിട്ട് 4s എഴുതണം. 4s കഴിഞ്ഞിട്ടാണ് 3D ഫില്ല് ചെയ്യുക. അത് മറക്കരുത്. അത് നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ 3p കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ 3D എന്നായിരിക്കും എഴുതി പോവുക, ഓർത്തില്ലെങ്കിൽ. അപ്പോൾ എപ്പോഴും ഓർക്കുക, 3p കഴിഞ്ഞിട്ട് 3D അല്ല, 3p കഴിഞ്ഞിട്ട് 4s ആണ്. 4s ആയിട്ടാണ് 3D. കാരണം ഞാൻ പറഞ്ഞു എനർജി ലെവലിലെ വ്യത്യാസമാണ്. എന്താണ്, 4sന് 3Dനൊക്കെ എനർജി കുറവാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യേണ്ടതെന്ന്. ഇലക്ട്രോൺസ് എപ്പോഴും ഫില്ല് ആവുന്നത് ലോവർ എനർജി ടു ഹയർ എനർജിയിലേക്കാണ്. അപ്പോൾ 4sൻ്റെ എനർജി 3Dയുടെ എനർജിനൊക്കെ കുറവായതുകൊണ്ടാണ് 4s നമ്മൾ ആദ്യം ഫില്ല് ചെയ്തിട്ട് 3Dയിലേക്ക് വന്നത്. ബാക്കി കുറച്ചൊക്കെ നമ്മൾ തന്നെ ഫ്ലോ ചാർട്ടിൽ തന്നെ ഓർഡർ കണ്ടു അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക, ഈ നോട്ടിലേക്ക് എഴുതുക. ഇനിയും അടുത്ത ടോപ്പിക്ക് നമുക്ക് 4 എടുക്കാം.